നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാത്രമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് രാജ്യവ്യാപകമായി ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് വാഹനം എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 102 രൂപയ്ക്കോ 115 രൂപയ്ക്കോ പെട്രോൾ അടിച്ചിട്ട് നമ്മളിവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ 2 ദിവസം യാത്ര കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പമ്പിലേക്ക് എത്തുമ്പോൾ ഈ 2 രൂപയെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു 117 എന്നുള്ള നിലയിലേക്കോ 118 എന്നുള്ള നിലയിലേക്കോ നമ്മൾ ഈ പണം വീണ്ടും കൊടുക്കേണ്ടി വരും. ഒരു യാത്രയിൽ തന്നെ പലപ്പോഴും നമുക്ക് പല വിലയ്ക്ക് കൂട്ടി നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്ന ഗതികേട്. ഇപ്പം നമുക്ക് നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കാര്യം എവിടെ വെച്ചാണ് എപ്പോഴാണ് ഇന്ധനവില കൂടിയെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളൊരു തുക കൊടുക്കുന്നു, അതിന് ഇപ്പോൾ 1000-1500 രൂപയ്ക്കോ നിങ്ങൾ പെട്രോളോ ഡീസലോ അടിക്കാൻ പറയുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി ഓടി വന്നപ്പോൾ കിട്ടിയ മൈലേജ് കിട്ടണമെന്നില്ല. കാര്യം പെട്രോളിലും ഡീസലും കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇന്ധനവില കൂടുന്നത്. ഈ ഇന്ധനവില കൂടുമ്പോൾ ഈ ഇന്ധനവിലയാണ് അടിസ്ഥാന വില എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ ഇതിനു മുമ്പ് തന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പം ഈ ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടിക്കഴിയുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മോഡിറ്റികൾക്ക്, നമ്മളുടെ അവശ്യ വസ്തുക്കൾക്കെല്ലാം വില കൂടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നികുതി അധിക വരുമാനം വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സർക്കാരിന് ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യം ഈ പറയുന്ന സർക്കാരിനുണ്ടാകണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്നാൽ നിലവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെട്രോൾ വില വർധനവ് ആ സമയത്തുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണവില കൂടുമല്ലോ. ഉണ്ടായ സമയത്ത് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡീസൽ വില വർദ്ധിക്കുന്ന പെട്രോൾ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. ദിവസം എത്ര കഴിഞ്ഞിരിക്കുന്നു? ഏകദേശം 10-12 ദിവസം കൊണ്ട് നമ്മൾ കൂടുക 8 രൂപയാണ് നമ്മൾ അധികമായി നമ്മൾ 1 ലിറ്ററിൻ്റെ പുറത്ത് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. 10 ലിറ്റർ ആകുമ്പോൾ ഏകദേശം 80 രൂപ നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നു ഒരു യാത്രക്കിടയിൽ തന്നെ. നിലവിലുള്ള കണക്ക് പ്രകാരം 440 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അധികമായി എണ്ണവില വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിലേക്ക് നമ്മുടെ ഖജനാവിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പകുതിയെങ്കിലും കുറയ്ക്കാൻ, ഇതിൻ്റെ പകുതിയെങ്കിലും വേണ്ട എന്ന് വെക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് ഗീർവാണം വേണമെങ്കിലും അടിക്കാമല്ലോ അല്ലേ? ഭരണപക്ഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഒരു ഫേസ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. എന്തായാലും നമുക്ക് സംശയത്തിൽ മാത്രം വയ്ക്കാം, നടക്കില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ 440 കോടിയിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു 200 കോടി എന്നുള്ള കണക്ക് മാത്രം വെച്ചിട്ട് ബാക്കി 240 കോടി വേണ്ടാന്ന് വെച്ചോ. അപ്പോഴും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം അതിൽ നിന്ന് കിട്ടും. അതായത് പെട്രോൾ ഡീസൽ വില വർധനവിനെ കൊണ്ട് നമുക്ക് കിട്ടും. പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം ഈ പറയുന്ന പോലെ ഇവിടെ എന്തുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാവാത്തത്? ഇനി ഇടതുപക്ഷം മാത്രം തെരുവിലിറങ്ങിയാൽ മതി. ഇടതുപക്ഷമാണ് തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ടവർ, അവരിറങ്ങുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിന് കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കഴിവുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ്? കോൺഗ്രസിലെ നേതാവാണ് ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ആരാണ്? അത് തന്നെ, രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ധനവില വർധനയ്ക്കെതിരെ സമരം ചെയ്യാൻ യോഗ്യതയുള്ളൊരു പാർട്ടി ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയും. പക്ഷേ കോൺഗ്രസ് അനങ്ങുന്നുണ്ടോ? ദേശീയ തലത്തിൽ എവിടെയെങ്കിലും അനങ്ങിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് പെട്രോൾ ഡീസൽ വില വന്നപ്പോൾ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പ്രതിഷേധിച്ചവരാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ. ഓർമ്മയുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അത്. സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചു. ഇപ്പോഴെന്താണെന്ന് കാണാത്തത്? ദേശീയ തലത്തിലേക്ക് സമരം സംഘടിപ്പിക്കാൻ എന്തെങ്കിലും ഭയമുണ്ടോ? ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. എവിടെ? നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലല്ല, സ്വകാര്യ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ പോയി കണ്ടു. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ അമിത്ഷായെ പോയി കണ്ടപ്പോൾ എന്തായിരുന്നു? അതെന്താണ് അവിടുത്തെ ഡീൽ എന്നാണ് ചോദിച്ചത്. കാരണം എന്താ?
അദ്ദേഹം വീട്ടിൽ അമിത്ഷായെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലല്ല പോയി കണ്ടത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലാണ് പോയി കണ്ടത്. അപ്പോൾ അവിടെ എന്തോ ഡീല് നടന്നു. അപ്പോൾ ഇത് പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലല്ലാതെ പോയി കാണുന്നതിനെ അപ്പോൾ എന്ത് വിളിക്കേണ്ടി വരും? അതും ഡീലെന്ന് പറയാൻ കെ.സി. വേണുഗോപാലിന് തൻ്റെ ഇടമുണ്ടോ? തൻ്റെ ഇടം ഉണ്ടാകില്ല എന്നാണ് എനിക്കറിയാം. അപ്പോൾ ഇവിടെ തെരുവിലിറങ്ങുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ നോക്കിക്കോളൂ, കേരളം ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഇനിയും ഉണ്ട് കേരളത്തിൽ ഡി.കെ. ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? കേരളത്തിൽ ഇന്ന് 18 എംപിമാരാണുള്ളത്. അവർക്ക് പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ അവിടെ പോയി പാടാം, അത് പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിനെ മറികടക്കാനോ അല്ലെ ഈ ഒരു വിഷയത്തിന്മേൽ സമരം നടത്തുവാനോ കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് നട്ടലില്ലാതെ പോകുന്നത്? ഇവിടെ കേന്ദ്രം കേരളത്തെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി സംസ്ഥാനത്ത് അല്ലെങ്കിൽ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ മുഖ്യമന്ത്രിമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ ഇറക്കിക്കൊണ്ട് അവിടെ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ഒരു നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ. അതായത് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെയും അതായത് നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനമടക്കം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അങ്ങനെ ആവാൻ VD സതീശന് കഴിയില്ല. അത് തന്നെ കാര്യം. ഈ പറയുന്ന 18 എംപിമാരെയും കൊണ്ട് ഈ പറയുന്ന 102ഓളം വരുന്ന MLA-മാരെയും കൂട്ടിക്കൊണ്ട് സിദ്ധരാമയ്യയും കോൺഗ്രസിൻ്റെ MLA-മാരെയും കൂട്ടിക്കൊണ്ട് രേവന്ത് റെഡ്ഡിയും അവിടുത്തെ MLA-മാരെയും കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ TVKയുടെ വരെ പിന്തുണ നേടിക്കൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സമരം നടത്താൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ഈ ഇന്ധന വില വർധനവിനെതിരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്നത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി ഈ നികുതിയിൽ 440 കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നികുതിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സർക്കാർ തന്നെയല്ലേ VD സതീശൻ്റേത്. നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാതെ പോകുന്നത്? അപ്പോൾ അധികാരം കിട്ടുന്നവരെ മതി ജനങ്ങളെ, അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുമായി യാതൊരു കമ്മ്യൂണിക്കേഷനോ കമ്മിറ്റ്മെൻറ്റോ ഉണ്ടാവാൻ പാടില്ല എന്ന വളരെ കൃത്യമായൊരു തത്വമാണ് VD സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇവിടെ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിക്കാൻ യോഗ്യതയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അവരെന്തുകൊണ്ടാണ് ഒരു സമരമുഖത്തേക്ക് പോകാൻ തയ്യാറാകാത്തത് എന്ന് പറയുന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആരെ ഭയന്നിട്ടാണ് അങ്ങനെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങാത്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ ബലപ്പെടുന്നതിന് കാരണമായ ഒരു നിയമനവും കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന കേൽക്കറുടെ നിയമനം തന്നെയാണ് എന്നുള്ള കാര്യവും നമുക്ക് നന്നായി അറിയാം. അപ്പോൾ ദേശീയ തലത്തിൽ ഇനി ഒരു തവണ പോലും ഒരു സമരമുഖത്തേക്ക് ഇറങ്ങാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.